തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, വിശുദ്ധ ഫ്രാൻസിസ് അസീസി എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ സഭാപിതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കും ഉപമകളുമൊക്കെ പലതും മനസ്സിലുണ്ട്. ഒരു ഉപമ ഓർമ്മിക്കുക. ഒരു വൃക്ഷത്തിൽ ഇടഞ്ഞിടഞ്ഞ് ജീവിക്കുന്നൊരു പുഴു. അതിന് സ്വർഗത്തിൽ പോകണം. ഇടഞ്ഞിടഞ്ഞൊടുവിലത് സ്വർഗത്തിൻ്റെ വാതിലെത്തി മുട്ടി. വാതിലിനപ്പുറം നിന്നുകൊണ്ട് ദൈവം ചോദിച്ചു, നീ ആരാ? ഞാൻ ഭൂമിയിൽ ഇടഞ്ഞു നടക്കുന്നൊരു പുഴുവാണ്. വീണ്ടും ദൈവം ചോദിച്ചു, എന്തിനിവിടെ വന്നു? അവൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. ദൈവം പറഞ്ഞു, പുഴുക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. വല്ലാതെ വിഷമിച്ച അപ്പോൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ ദൈവം പറഞ്ഞു, നീ തിരികെ പോകണം. ഇനിയും നീ സഹിക്കാനുണ്ട്. ഒരുപാട് സഹിച്ച് കഴിയുമ്പോൾ നീയൊരു ചിത്രശലഭമാകും. എന്നിട്ട് മടങ്ങി വാ, സ്വർഗം നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു ചിത്രശലഭത്തിൻ്റെ സ്വപ്നവുമായിട്ട് പുഴു തിരികെ വന്നു. താൻ വസിച്ച വൃക്ഷത്തിൻ്റെ ശാഖയിലിരുന്നു കൊണ്ട് ആ ചിത്രശലഭത്തെ ധ്യാനിച്ചുകൊണ്ട് തപസ്സാരംഭിച്ചു. കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ശലഭത്തിൻ്റെ ചിറകുകളെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അത് ജീവിക്കുക. മഴ വരുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്, ഒന്നും അറിയുന്നില്ല. പതിയെ ഈ പുഴുവിന് ചുറ്റും ലാർവ എന്നൊരു രൂപം വരികയാണ്. കാലങ്ങൾക്ക് ശേഷം ആ ലാർവയുടെ ആവരണം പൊട്ടി പുഴു പുറത്തു വന്നത് ഒരു ശലഭമായിട്ടാണ്. അത് പതിയെ പറന്ന് സ്വർഗത്തിലേക്ക് പോയി. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുക. ഒരു നാൾ മരിക്കും. മണ്ണിൽ നമ്മൾ അടക്കം ചെയ്യുമ്പോൾ പുഴുവായിട്ട് തീരേണ്ടവരല്ല നമ്മൾ. കാരണം വിശുദ്ധിയുടെ ചിറക് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ട്. അത് വളരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. യേശുവിനെ ഓർക്കുക. 30 വർഷം അവൻ ഒരു തച്ചനായി സാധാരണ യുവാവായി ജീവിച്ചു. ജോർദാൻ നദീ തീരത്തേക്ക് കടന്നു വന്നപ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇവനാ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. സ്വർഗം തുറന്ന് ദൈവം വിളിച്ചു പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രനെന്ന്. ആ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ വെളിച്ചം കിട്ടിയ യുവാവായ യേശു പിന്നെ പോയത് മരുഭൂമിയിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാനാണ്. 40 ദിവസത്തെ ആ തപസ്സിലൂടെ ആ മരുഭൂമിയുടെ ആവരണം വിട്ട് ക്രിസ്തു പുറത്തു വന്നത് തികച്ചും ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ്, തച്ചനായിട്ടല്ല. അവൻ്റെ വാക്ക് വചനമായി, അവൻ്റെ പ്രവൃത്തി അത്ഭുതമായി. ഉള്ളിലെ ദിവ്യത പുറത്തു വന്നു. ദൈവം നമുക്ക് തന്നിട്ടുണ്ട് വിശുദ്ധിയുടെ ചില ചിറകുകൾ. സ്വയം ധ്യാനിക്കണം നമ്മുടെ ഉള്ളിലെ നന്മയെ, നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യ അവബോധത്തെ. പതിയെ പതിയെ ധ്യാനിച്ച് ദൈവസ്നേഹം പുറത്തു വരുമ്പോഴാണ് വിശുദ്ധിയായിട്ടത് പുറത്തേക്ക് കടന്നു വരിക. ഉള്ളിലെ നന്മയെ, ഉള്ളിലെ ദൈവസാന്നിധ്യത്തെ പതിയെ പതിയെ ചിറകുകളുള്ള വിശുദ്ധ മാലാഖമാരായി നിത്യതയിലേക്ക് പറന്നുയരാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.